ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ കേന്ദ്രമന്ത്രിമാർ ഇന്ന് ഔദ്യോഗികമായി ചുമതലയേറ്റു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ആരോഗ്യമന്ത്രി JP നഡ്ഡ, കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു, വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ തുടങ്ങിയവരാണ് ചുമതലയേറ്റത്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സ്ഥാനമേറ്റു. ഒഡീഷയിൽ BJP നേതാവ് മോഹൻ മാഝി മുഖ്യമന്ത്രിയാകും. മന്ത്രിസഭാംഗങ്ങൾ നാളെ വൈകിട്ട് ഭുവനേശ്വരിലെ ജനതാ മൈതാനിയിൽ സത്യപ്രതിജ്ഞ ചെയ്യും. കേന്ദ്ര നിരീക്ഷകരായി നിയോഗിക്കപ്പെട്ട കേന്ദ്രമന്ത്രിമാർ നിയമസഭാംഗങ്ങളുമായി ചർച്ച നടത്തിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. ഇതാദ്യമായാണ് ഒഡീഷയിൽ BJP സർക്കാർ അധികാരത്തിലേറുന്നത്. ആന്ധ്രാപ്രദേശ് NDA നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട TDP അധ്യക്ഷൻ N ചന്ദ്രബാബു നായിഡു നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. വിജയവാഡയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. 4ാം തവണ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്ന ചന്ദ്രബാബു നായിഡു ആന്ധ്ര വിഭജനത്തിന് ശേഷം ഇത് 2ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. ഉത്തർപ്രദേശിൽ 403 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള കോൺഗ്രസിന്റെ ധന്യവാദ് യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുമാണ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ഉച്ചയ്ക്ക് ശേഷം റായ്ബറേലിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ നേതാക്കൾ അമേഠിയിലെയും റായ്ബറേലിയിലെയും തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി. ജൂൺ 15-ന് ധന്യവാദ് യാത്ര സമാപിക്കും. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രക്ഷുബ്ധമായി കേരള നിയമസഭ. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. SSLC പാസായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് യാതൊരു പ്രതിസന്ധിയും മലബാർ മേഖലയിൽ ഇല്ല എന്ന് മന്ത്രി V ശിവൻകുട്ടി മറുപടി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പുനർനിർണയം സംബന്ധിച്ച ബിൽ നിയമസഭ ഇന്നലെ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ പാസാക്കിയത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച ക്രമപ്രശ്നത്തിൽ സ്പീക്കർ AN ഷംസീർ റൂളിംഗ് പുറപ്പെടുവിച്ചു. പെരിയാറിൽ ഏലൂർ ഫെറി ഭാഗത്ത് കഴിഞ്ഞ മാസം മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൽ 3.56 കോടി രൂപയുടെ മത്സ്യനാശമുണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. വിഷയത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് മൂല്യനിർണ്ണയ പ്രക്രിയയുടെ പരിഷ്കരണം ആവശ്യമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് M വിജിൻ MLA ശ്രദ്ധ ക്ഷണിക്കലിന് നിയമസഭയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. സ്കൂൾ വിദ്യാഭ്യാസം സംബന്ധിച്ച ചില സർവേകളിൽ സംസ്ഥാനം കഴിഞ്ഞ വർഷം പിന്നാക്കം പോയതായും മന്ത്രി പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാജ്യത്തുടനീളമുള്ള ആളുകൾ തന്നോടുള്ള വാത്സല്യ സൂചകമായി മോദി കാ പരിവാർ എന്ന സമൂഹമാധ്യമത്തിൽ ചേർത്തിരുന്നുവെന്നും അതിൽ നിന്ന് വളരെയധികം ശക്തി ലഭിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ജനങ്ങൾ തുടർച്ചയായ 3ാം തവണയും NDAയ്ക്ക് ഭൂരിപക്ഷം നൽകി. ആ റെക്കോർഡ് രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാനുള്ള ജനവിധിയാണെന്നും ശ്രീ മോദി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. എല്ലാ പേരും ഒരു കുടുംബമാണെന്ന സന്ദേശം ഫലപ്രദമായി കൈമാറിയ ജനങ്ങൾക്ക് മോദി നന്ദി പറയുകയും സമൂഹമാധ്യമത്തിൽ നിന്ന് മോദി കാ പരിവാർ എന്നത് ഇനി നീക്കം ചെയ്യാമെന്നും വ്യക്തമാക്കി. ടാഗ്ലൈൻ മാറ്റിയാലും ഇന്ത്യയുടെ പുരോഗതിക്കായി പരിശ്രമിക്കുന്ന ഒരു കുടുംബം എന്ന നിലയിലുള്ള ബന്ധം ശക്തവും അഭേദ്യവുമായി നിലനിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വ്യാഴാഴ്ച വരെ വിലക്കുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചപ്പനികൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ജലദോഷം, ചുമ, വൈറൽ പനി, ഇൻഫ്ലുവൻസ H1N1, ഡെങ്കിപ്പനി, എലിപ്പനി, വയറിളക്ക രോഗങ്ങൾ പിടിപെട്ടാൽ കൃത്യമായ ചികിത്സ നൽകണമെന്നും സ്വയം ചികിത്സ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഷാഫി പറമ്പിൽ MLA സ്ഥാനം രാജിവച്ചു. സ്പീക്കറുടെ ചേംബറിലെത്തിയാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത്. കേരള നിയമസഭയിലെ മാതൃക പാർലമെന്റിലെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുമെന്ന പ്രത്യാശയും ശ്രീ ഷാഫി പറമ്പിൽ പങ്കുവച്ചു. മന്ത്രിസ്ഥാനം വലിയ ചുമതലയാണെന്നും തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ അത് നിറവേറ്റുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.